ചെമ്മാനെ ചെമ്മാനെ എന്നതാ വിളിച്ചേ? ചെമ്മാൻ ചെമ്മാനെ ചെമ്മാന്റെ മറ്റേ താനോ? ഒരു സീനിയർ പുരോഹിതനാണോ താനെന്ന് വിളിച്ചത്? കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. ആ ഓർമ്മ വേണം. കാറ്റ് കാറ്റല്ല, കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമില്ല. മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോ. വേണ്ട, ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലാതെ സെമിനാരി വന്ന് 10-25 കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേരായിട്ട് നടക്കുകയല്ലോ. താൻ എന്റെ കൂടെ പഠിച്ചത് പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ. ആ നില കാലത്ത് ചായ കയറി കിട്ടിയില്ലല്ലോ. കറവക്കാരൻ വന്നില്ല. താൻ കറക്കണം. തനിക്കല്ലേ എന്റെ ചാർജ്? കറക്കും. മറ്റേ പുള്ളി ഇറക്കും. ഏത് പുള്ളി? മറ്റേ പുള്ളി. ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത്? ഫായോ? FATHER. ഫാദർ. തന്റെ തന്തയ്ക്ക് പറഞ്ഞ അടിച്ച് തന്റെ പല്ല് ഞാൻ കൊഴിക്കും. കൊഴിക്കും. താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേന്. നേരം വിളിക്കുകയും താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടങ്ങൂല്ലേ? നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം, അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം, ഡെൻമാർക്കിൽ കൊണ്ടുപോവാം, ഉഗാണ്ടയെ കൊണ്ടുപോവാം, നഴ്സാക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ. അവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുതലാളിമാരായത്. സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത് അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലടോ. അത് കട്ട് വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം. എടോ, കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നു. ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതരി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പേരിൽ 10 കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ? ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും വാരി നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ ആളിനോട് പറഞ്ഞാ. മുമ്പേ പറഞ്ഞ ഏതാള്? ഫാദർ. പഠിച്ചു തന്നിട്ട് എന്താ ഇവിടെ ബഹളം? എന്താ പറയാ? ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു. അതിന് എന്നോട് ചൂടാകേണ്ട കാര്യമുണ്ടോ? ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ളോ ഫാദർ? അതൊന്നും അല്ലച്ചോ, ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നാവുമെന്ന് അറിയണമല്ലോ. ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല, പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ. നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ട് അധികം മിങ്കിൾ ചെയ്തിരുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഡോക്ടർ അച്ഛാ, എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ. ഞങ്ങള് സഹപാഠികളാണ്. യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി. എനിക്ക് കുർബാന ചൊല്ലാൻ പോലുള്ള യോഗ്യതയില്ല. എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ? ചാണകം? മണി 7 ആയല്ലോ, 3 മണി അടിക്കാറായില്ലേ? എന്തായി കാണുന്നത്? ചാണകം, ചായ. ഇതൊന്ന് വൃത്തിയായിട്ട് കാണുന്നുകൂടെ? ചെല്ലിയല്ലേ. എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധീന ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റയെടുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്, എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാരന് ഒരുത്തൻ വരുന്ന വരവ് കണ്ടോ? വലുതുകാലം വെച്ച് കയറിയട്ടെ. ഇരിച്ച് കാലടിക്കുന്നുണ്ട്. അരമുട്ട മുട്ടയും കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങട്. ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ടു വരിക. കടിയാവണത്തിലെടുത്തു. ചെല്ല് ചെല്ല്. ഇയാൾ ഇവിടെ വന്നു. ഓഹോ, പുറകിലുണ്ടോ? വട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ.
ഒരടക്കം മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കൈ ജോണി, ആര്? ജോണി, എങ്ങനെ? എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണി? ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ, ജീപ്പിൽ വന്ന് ജോണിയാ? എന്തിനാച്ചാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ, അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ അല്ലേ? ഓണോ, അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ? അച്ഛോ, ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞത് കേട്ടോ. കൈകൊണ്ട്. ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിനൊരു നില വരൂ. എന്റെ പൊന്നച്ചു, അച്ഛനൊന്നും അറിയാൻ. നേരം വെളുക്കെ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഹോൾട്ട്. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. ഭർത്താവേ, കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് കൊള്ളം കുടിക്കാൻ നടക്കണം. അല്ല, ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ, ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച, ചമാച്ച, ഗീവർഗീസ് മാത്യു. നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക. ആ കുട്ടികളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. ടീച്ചറേ, ചതിയാണിത്, ചതി. നഴ്സിംഗിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മാതാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ്. വട്ടപ്പാറ അച്ചോ, ആ കളി ഇവിടെ വേണ്ട. അവരുടെ കൊച്ചിനെ അവരെവിടെയും വിടുന്നില്ല. ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത്, ഇല്ലേ ടീച്ചറേ? ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട് ആനി പേടിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ നിങ്ങളെ ഇഷ്ടം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും. മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ചവെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ. ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനം എന്നും പറഞ്ഞിറങ്ങിയ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാർ മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടി പോകും കർത്താവേ. ചാണ്ടി, എന്തോ കർത്താവേ? എടോ ചാണ്ടി. ഓ, താനായിരുന്നോ? അല്ല, വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല. താനൊരു കാലടെ. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനാര മുട്ട ഫ്രീ. ഒരരയും 2 സോഡ എളുപ്പം ഇങ്ങട്. ഗ്ലാസ്. എന്താണടേ നിനക്കൊരു മരണവെപ്രാളോ? ഒഴി ഒഴി ഒഴിക്കട്ടെടേ. ഒഴി. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു.
സൂത്രത്തിൽ രണ്ട് പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കോ? വല്ല മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയാ.